വേദിയിലെ സംബന്ധിച്ചിലെ പ്രിയപ്പെട്ടവർ, വളരെ ഒരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുകയാണ്. കാരണം ഈ അഗ്നിയുമായിട്ട് എനിക്ക് വളരെ കാലം മുമ്പ് മുതലുള്ളൊരു ബന്ധവുമുണ്ട്. വലിയ ഒരു വേദിയിൽ ഒരാദരവ് ഏറ്റുവാങ്ങി വരാൻ വന്ന ഈ സമയത്ത് നമ്മുടെ തട്ടകത്തിൽ നിന്ന് നമ്മുടെ ചോരയുടെ ഒരാദരം എന്ന് പറയുന്നത് ഞാൻ വിലമതിക്കാനാകാത്ത ഒരു കാര്യമായി കാണുന്നു. ഒരു 10 വർഷം മുമ്പ് എൻ്റെ അച്ഛൻ്റെ ഡയറി എന്നെ ആദ്യ ബുക്ക് പ്രകാശനം ചെയ്ത് പതിരദീപം കൊളുത്തി അഗ്നിസാക്ഷിയായി നമുക്ക് ചെയ്തത് ഈ തട്ടകത്തിൽ നിന്നാണ്. അഗ്നി എന്ന ഈ സംഘടനയിൽ നിന്ന് ആ തുടക്കം പിഴച്ചില്ല. അത് ഐശ്വര്യപൂർണ്ണമായിരുന്നു. അച്ഛൻ്റെ ഡയറിയിൽ നിന്ന് 3 ഭാഗം പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞു. ശശി തരൂരിൻ്റെ അവതാരികളോടുകൂടിയായിരുന്നു ഇംഗ്ലീഷിലേക്ക്. ഇപ്പോൾ അതിൻ്റെ ഈ ബുക്ക് കംപ്ലീറ്റ് ചെയ്തു, ഓഡിയോ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനൊപ്പം അതൊരു 5 ഭാഷകളിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും ഇന്ന് വരും. ഈ ഭാഗ്യത്തിന് മുഴുവൻ കാരണം ഇത്ര ഐശ്വര്യമായ ഈ ഒരു സംഘടനയിൽ നിന്ന് നമ്മളെ ആദരിച്ചു വിട്ട അല്ലെങ്കിൽ അന്ന് പ്രകാശനം ചെയ്ത ആ ഒരു ഇതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനില്ല. ഇവിടെ നല്ല കലാപരിപാടികൾ കാണാനായിട്ട് ഇരിക്കുന്നതിനാണ് അതുള്ളൂ. ഞാൻ എന്താണ് സംസാരിക്കേണ്ടത്, എത്ര നേരം എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ ഇല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഒരു സമൂഹത്തിന് ആവശ്യമാണ്. കാരണം ഇവിടെ ഞാനിപ്പോൾ US ആണെങ്കിൽ പത്രിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഒരു വലിയ കൂട്ടായ്മയുണ്ട്. അതുപോലുള്ളൊരു കൂട്ടായ്മ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അവിടെ നാട്ടിലിരിക്കുമ്പോൾ വലിയ ആശ്വാസമാണ്. കാരണം ഇവിടെ അവർക്ക് ഒപ്പം ഒരു സമൂഹമുണ്ടെന്നുള്ളൊരു വിശ്വാസം, അതൊരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ തന്നെ ഞാൻ ഈ പ്രവാസികളെ പലരെയും ബന്ധപ്പെടുമ്പോഴും പല സ്ഥലത്ത് പോകുമ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവർ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ കഴിയുമ്പോൾ പോലും അവരെ ബാധിക്കുന്ന, അവരെ അലട്ടുന്ന ഒരു ചെറിയ പ്രശ്നമുണ്ട്. വേറൊന്നുമല്ല, അവരുടെ രക്ഷകർത്താക്കളുടെ നാട്ടിലാണ്. അവർ പ്രായമായവരാണ്, പലരും അസുഖമുള്ളവരാണ്, അവർക്ക് പ്രത്യേകിച്ച് എൻഗേജ്മെൻ്റ് ഇല്ല. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ അവരുടെ സഹായിക്കാൻ പറ്റും? ഇവർ നിസ്സഹായരാണ്. കാരണം ഇവിടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട കർഷകരല്ല ഇവിടെ കൂടുതലാണ്. അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്, അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് ക്രൈസ് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് 100% എൻഗേജ് ആകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക, നമ്മൾ സഹായിക്കുക. എൻഗേജ്ഡ് ആയില്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ലാണ്ട് ഈ മക്കളെ ഓർത്ത് വിഷമിച്ച് പരാതി പറഞ്ഞു അങ്ങനെ കഴിയുന്ന ഒരു സ്ഥിതി വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവർക്കൊരു വല്ലാത്ത വിദർശനത്തിലേക്ക് പോകേണ്ടി വരും. അതിനുള്ള പരിഹാരം ഇതാണ്. അതിന് ഞാൻ തന്നെയാണ് സാക്ഷി. കാരണം ഞാൻ ഈ 75-ാം വയസ്സിൽ എനിക്ക് സജീവമായി നിൽക്കാൻ പറ്റുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ എനിക്കുള്ള സന്തോഷമാണ്. അവർക്ക് വേറൊന്നും വേണ്ട, ഞാൻ ആക്റ്റീവ് ആവാൻ വേണ്ടി എന്ത് സഹായവും ചെയ്യാനുള്ള ഒരു മനസ്സിൽ ഏത് സമയത്തും അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സൗകര്യങ്ങളും ചെയ്തു തന്ന ആ ഒരു സാഹചര്യമാണ് എനിക്കത് സാധിച്ചത്. അപ്പം നമുക്കത് വളരെ കാര്യമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം പ്രായമായവരും നമ്മുടെ നാട്ടിലുള്ളവരെ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കാതെ അവരെ തന്നെ എൻഗേജ്ഡ് ആക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കുക. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ തറവാടുകളും നമ്മുടെ നാട്ടിലുകളും മുഴുവൻ കാട് പിടിച്ച് അജ്ഞാതപ്പെട്ട എന്താ ചെയ്യാൻ പറ്റുമെന്നറിയാതെ കിടക്കുന്ന അവസ്ഥയിൽ അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഇപ്പം ഞാനവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. കാനനക്ഷേത്രം എന്ന് പറഞ്ഞൊരു ജൈവ വൈവിധ്യ ഉദ്യാനം, ഒരു സ്പിരിച്വൽ കം എൻവയറമെൻറ്റ് ഒരു പ്രോഗ്രാം. നമ്മുടെ നാലുകെട്ടിന് ചുറ്റും 99 വർഷം മുഴുവനുള്ള നാലുകെട്ടിന് ചുറ്റും കാട് പിടിച്ച് കിടന്ന സ്ഥലം ശാസ്ത്രീയമായിട്ട് പ്രയോജനപ്പെടാൻ പാകത്തിന് നമ്മൾ ഓരോ തീമായിട്ട് കാട് പിടിപ്പിക്കുകയാണ്, ശാസ്ത്രീയമായിട്ട് പിടിപ്പിച്ച് അതിനൊരു വലിയ അംഗീകാരം കിട്ടിയ സ്ഥിതി വന്നു. കാരണം 33 കോടി ദൈവങ്ങൾ നമ്മൾ സങ്കല്പിക്കുന്നത് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുമാണെന്നും ആ ചരാചരങ്ങളെ ആരാധിക്കാനുള്ള ഒരു ക്രമം ഇന്നത്തെ പ്രകൃതി സ്നേഹികളെക്കാൾ കൂടുതൽ പ്രകൃതി ആരാധിക്കുന്ന ആ ഇതിലേക്കുള്ള തിരിച്ചു പോക്ക്, അതാണ് അതിൻ്റെ കാതലായിട്ടുള്ളത്. അപ്പം ഞാനതിനകത്ത് വിശാലമായിട്ട് പറയുന്നില്ല. എന്നാലും പല പല തീമായിട്ട് നമ്മൾ കൃഷി ചെയ്തിട്ടുണ്ട്. നക്ഷത്രവനം, ആഗ്രഹവനം ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഓരോ യോഗയുടെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഔഷധങ്ങളുണ്ട്.
അപ്പോൾ ഒരു യോഗ ചക്രോദ്യാനം എന്ന് പറഞ്ഞാൽ തുടങ്ങുകയും ഈ ഉദ്യാനം മുഴുവൻ ഒരു മെഡിറ്റേഷൻ പാർക്കായിട്ട് മാറ്റുകയും അതോടൊപ്പം തന്നെ അതിനൊരു കർണാടക മ്യൂസിക്കുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നാദയോഗ മെഡിറ്റേഷൻ ഒരു പുതിയ കൺസെപ്റ്റിലേക്ക് ഇത് മാറുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുണ്ട്. ഞാൻ പറഞ്ഞത് നമ്മൾ എന്നും ലയബിലിറ്റി എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ പ്രൊഡക്റ്റീവ് ആക്കാമെന്നുള്ള ഒരു ചിന്തയുണ്ടായാൽ നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കൗമാർക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കും ഒരു വലിയ പ്രചോദനമായിരിക്കും എന്നാണ് പറയുന്നത്. അതിനുവേണ്ടി ശ്രമിക്കണം. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് കൂടുതൽ വേണ്ടി ഞാൻ അവരോട് നന്ദി പറയുകയാണ്. കാരണം ഞാൻ ഈ അഗ്നിയിൽ നിന്ന് കൊളുത്തിയ വിളക്കിൽ നിന്നാണ് എൻ്റെ എഴുത്ത് തുടങ്ങിയത്. എൻ്റെ എഴുത്ത് പ്രോത്സാഹിപ്പിച്ചതിനുള്ള ഒരു വലിയ ആത്മാർത്ഥമായ സംഭവം പറയുന്നു. നന്ദി, നമസ്കാരം.